NTA നെറ്റ് എക്സാം ലീക്കേജുമായി ബന്ധപ്പെട്ട് കമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠനം നടത്താൻ തന്നെ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ആസ്പെക്റ്റുകളും പഠിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ NTA നെറ്റുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ഈ ഒരു സമയത്ത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് മാനിഫെസ്റ്റോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾ ഇനിയും അത് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചിട്ട് അത് ഫില്ല് ചെയ്യുക. അതേസമയം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും ഞാൻ മുമ്പും പറഞ്ഞ പോലെ ഡിസ്കഷനുകൾ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതിനെ മാത്രം ചുറ്റിപ്പറ്റി ചുരുങ്ങുന്നു എന്നുള്ളത് ഒരു കൺസേൺ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ എക്സാം ക്യാൻസൽ ആക്കുന്നതിൻ്റെ എഫക്റ്റും വളരെ ഒരു ചെറിയ രീതിയിൽ അതിനുമായി നേരിടുന്ന ആളുകളുടെ സമയമോ അല്ലെങ്കിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ ബേർഡനോ മാത്രമായിട്ട് ചുരുക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സാം മാറ്റി വെച്ചതുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലെ 10 പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ വീഡിയോ ചെറുതായിട്ട് ലെങ്ത് കൂടിയേക്കാം. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക, നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങളും നിങ്ങൾ അറിയിക്കുക ഗൂഗിൾ ഫോമായിട്ടും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലായിട്ടും, സോ ദാറ്റ് മാനിഫെസ്റ്റോ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ. ഓക്കെ, ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതുമായിട്ടുണ്ടാവുന്ന മെൻ്റൽ സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇതിൽ പല കുട്ടികൾക്കും ഇപ്പോഴും ഈ എക്സാം മാറ്റി വെച്ചു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവർക്ക് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതോടൊപ്പം പലരും ഹൈലി പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സാം മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ ആ ദിവസം തന്നെ ഒരുപാട് കുട്ടികൾ കരയുകയായിരുന്നു. അവരുടെ വേദന കൊണ്ടാണ്, അവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. ഓക്കെ, ആ സമയത്ത് നമുക്ക് ഇനിയും എക്സാം വരുമല്ലോ, പിന്നീടും എഴുതാമോ പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ ജസ്റ്റിഫിക്കേഷൻ സ്കോപ്പില്ല എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കധികം എഫേർട്ടാണ് ഇത്ര കാലമായിട്ട് അവർ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പെട്ടെന്നൊരു ദിവസം അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഈ എക്സാം വാലിഡ് അല്ല, നിങ്ങൾക്ക് ഇനിയും ഇത് എഴുതേണ്ടി വരും, അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കുന്നില്ല, എന്നാണ് എന്ന് പ്രഖ്യാപിക്കുന്നില്ല, ഏത് രീതിയിലാണ് എന്ന് പ്രഖ്യാപിക്കുന്നില്ല. അവരുടെ പ്രിപ്പറേഷൻ ആസ്പെക്റ്റിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, വിശദമായിട്ട് ഞാനത് മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സാം ക്യാൻസലേഷൻ എഫക്റ്റ് മാത്രമാണ് പറയുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് മാനസികമായിട്ടുള്ള വളരെ പെയിൻഫുൾ ആയിട്ടുള്ള, വളരെ ഡിസ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. ഓക്കെ, ആ സമയത്ത് അത് പലർക്കും ഭയങ്കരമായിട്ട് അൺബിയറബിൾ ആയിട്ടുള്ള എമൗണ്ടിലേക്ക് പോലും എത്തിയിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി ഇൻ ദ ഇനീഷ്യൽ ഡേയ്സ്. ഇതാണ് എക്സാം. അതായത് നമുക്കൊന്നും മെഷർ ചെയ്യാൻ പറ്റാത്ത, നമുക്ക് കേവലം പറയാൻ മാത്രം പറ്റുന്ന, ഇത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവുന്ന, അവർക്ക് ബിയർ ചെയ്യാൻ പറ്റാത്ത വേദന എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഈ ഒരു ബുദ്ധിമുട്ട് തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സെറ്റ് ഓഫ് ആളുകൾ എന്ന് പറയുന്നത് ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞ് അതിൻ്റെ ആൻസർ കീ, അൺഒഫീഷ്യൽ ആയിട്ടുള്ള ആൻസർ കീ റിലീസ് ചെയ്തിട്ട് നല്ല മാർക്ക് നേടിയിട്ടുള്ള ആളുകളാണ്. അതായത് ഏകദേശം 70% അബോ 75% അബോ ഒക്കെ മാർക്ക് നേടിയിട്ട് അവരുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നിട്ടുള്ള അതായത് JRF ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് സാധ്യമായി, ഞങ്ങളുടെ സ്വപ്നം സാധ്യമായി എന്ന് വിശ്വസിച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് അടുത്ത മൊമെൻ്റാണ്, അല്ലെങ്കിൽ വിത്തിൻ നെക്സ്റ്റ് 1 hourലാണ് പലപ്പോഴും എക്സാമെ ക്യാൻസലാക്കി എന്ന് പറയുന്നത്. അവർ ഒരുപാട് കാലത്തെ എഫേർട്ടായിരുന്നു. ആ ഒരു ആൻസർ കീ നോക്കിയപ്പോൾ അവർ വളരെ ഹാപ്പി ആയിരുന്നു, വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം അവർക്ക് അത്രയ്ക്ക് വളരെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി തന്നെ അങ്ങനെയുള്ള കുറച്ച് കുട്ടികളെ അറിയാം. അതായത് JRF ഉറപ്പായിട്ടുള്ള പക്ഷേ പെട്ടെന്ന് ക്യാൻസലാക്കിയത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അവരെ കൺസോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം, നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം എഴുതി കൂടെ എന്നുള്ളതൊക്കെ. പക്ഷെ അതിൽ പലർക്കും ഇപ്രാവശ്യം പ്രിപ്പയർ ചെയ്ത പോലെ അടുത്ത പ്രാവശ്യം പ്രിപ്പയർ ചെയ്യാൻ സാധിക്കണമെന്നില്ല. മാത്രമല്ല, ഇതൊരു കമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയതുകൊണ്ടും ആ 150 ക്വസ്റ്റ്യൻ വളരെ ക്രൂഷ്യലാണ്. അടുത്ത 150 ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഇപ്രാവശ്യം ജയിക്കുമെന്ന് ഓൾമോസ്റ്റ് ഉറപ്പിച്ചിട്ടുള്ള ആളുകളായിരുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ സ്വപ്നമാണ് ഇല്ലാതാവുന്നത്. ഇനി ഒരു പക്ഷേ അവർക്ക് ഈ എഫേർട്ട് എടുത്ത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു അടുത്ത പ്രാവശ്യം എഴുതുന്നു, അവർക്ക് ക്വാളിഫൈ ചെയ്യാനും കൂടി സാധിച്ചില്ല എന്ന് കരുതുക. അവർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇതൊരു മത്സര പരീക്ഷ ആയതുകൊണ്ട് ഇതിൽ വളരെ കുറച്ച് ആളുകളെ ക്വാളിഫൈ ചെയ്യുന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. അവർക്ക് അതൊരു ലൈഫ് ലോങ് ട്രോമയായിരിക്കും ഈ ഒരു എക്സാം ക്യാൻസലേഷൻ എന്നുള്ളത്. രണ്ടാമത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു ആസ്പെക്റ്റാണ്. മൂന്നാമത്തെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് NTA നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും ബാക്കിയുള്ള അല്ലെങ്കിൽ സ്കൂൾ കോളേജ് കുട്ടികൾ എഴുതുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും തമ്മിൽ
ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത് NTA നെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. മറ്റു പല കാര്യങ്ങളും പോസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഒരു +2 വിദ്യാർത്ഥി അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും. അതായത് ഇവരൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കെ മൾട്ടി റോളിൻ്റെ കൂടെ ആയിരിക്കും ഇത് പഠിക്കുക. അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, അവർ എംപ്ലോയി ആയിരിക്കും, അവർ മേ ബി സംവെയർ എൽസ്, അവർ ടീച്ചർ ആയിരിക്കാം, അവരൊരു ഫാമിലിയിലെ ഒരു കീ റോൾ നിർവഹിക്കുന്ന ഒരാളായിരിക്കാം, അവരൊരു പാരൻ്റ് ആയിരിക്കാം. ഇതോടൊപ്പം തന്നെയായിരിക്കും അവർ NTA നെറ്റിനും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ ചെയ്യേണ്ട മറ്റു റോളുകളിലുള്ള പലതും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം അവർ ഈ ഒരു സമയത്ത് കഴിഞ്ഞ 2-3 മാസം ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം അതിലെ ആദ്യത്തെ ആസ്പെക്റ്റ് ആണ് ജോലിക്കാരെ സംബന്ധിച്ച് എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ആസ്പെക്ട്, ജോബ് റിലേറ്റഡ് ബുദ്ധിമുട്ടുകൾ എന്നുള്ളത്. അതായത് കഴിഞ്ഞ 2-3 മാസം ഒക്കെ ലീവ് എടുത്തിട്ടായിരിക്കും ഇവരിൽ പലരും പഠിച്ചിട്ടുണ്ടാവുക. പല ദിവസവും ലീവ് എടുത്തിട്ടായിരിക്കും. ഇനി അടുത്തൊരു എക്സാമിന് അവർക്ക് അങ്ങനെ ലീവ് കിട്ടണമെന്നില്ല. ഓൾറെഡി അവർ ഒരുപാട് ലീവ് എടുത്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ പലരും പേഴ്സണലി തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അവരുടെ കാഷ്വൽ ലീവ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു എക്സ്ട്രാ കാഷ്വൽ ലീവ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ജോലിക്കാർക്ക് അറിയാം. ഇനി അടുത്ത എക്സാമിന് എന്നാണ് ഡേറ്റ് എന്ന് പോലും അറിയില്ല. അവർ തിരിച്ച് ജോലിയിലേക്ക് പോകണം, ജോലിയിൽ ഇൻവോൾവ് ആവണം. പഠിച്ചത് പലതും മറന്നു പോകും, അവർ പലതും ഡിസ്കണക്റ്റഡ് ആവും. മുമ്പ് എങ്ങനെയാണോ അവർ ലീവ് എടുത്തിട്ടുള്ളത് അതുപോലെ അവർക്ക് ലീവ് എടുക്കാൻ സാധിക്കില്ല, അതുപോലെ അവർക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം, ജോബ് റിലേറ്റഡ് ഇഷ്യൂസ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് എങ്ങനെയാണ് അവർ മുമ്പ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇനി അവർക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നാലാമത്തെ ഒരു കാര്യമായി ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഫാമിലി ആൻഡ് വാട്ട് വി ക്യാൻ സേ ലൈഫ് റിലേറ്റഡ് പ്ലാനിങ്സ് എന്നുള്ളതാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളും അതുപോലെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു സ്റ്റേജിലുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. കാരണം ഞാൻ മുമ്പ് പറഞ്ഞു, ഈ ഒരു എക്സാം എഴുതുന്ന ആളുകൾ മറ്റ് പല റോളുകളും നിർവഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പം എക്സാമിനൊക്കെ എഴുതിയിട്ടുള്ള പുറത്തുണ്ടായിരുന്ന ഗൾഫ് രാജ്യങ്ങളിലുണ്ടായിരുന്ന UK യിലുണ്ടായിരുന്ന അവരുടെ ലൈഫ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം നെറ്റ് എക്സാം ഉണ്ടാവും. അപ്പോൾ അവിടെ അതിനനുസരിച്ച് ഓൾറെഡി തീരുമാനിച്ച് ലീവ് എടുത്ത് ഒരുപാട് വർഷങ്ങൾക്കും അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് റെഡിയായി വന്ന ആളുകളുണ്ടാവും. അവരുടെ പ്ലാനിങ് അങ്ങനെയായിരുന്നു. ഇവിടെ എത്തി എക്സാം നീണ്ടി ഇനി വീണ്ടും അടുത്ത എക്സാം വരാൻ പോവാണ്. എന്നാ അടുത്ത എക്സാം എന്ന് പോലും അറിയില്ല. അവരുടെ ലീവ് കഴിഞ്ഞിട്ടുണ്ടാവും, അവർക്ക് തിരിച്ചു പോകേണ്ടി വരും. ഇവിടെ ഒരു നീട്ടിവെച്ചൊരു എക്സാമിന് വേണ്ടിയിട്ട് മേ ബി അവർക്ക് പുറത്തുള്ള ഒരു രാജ്യത്തിൽ നിന്ന് അവർ ചെയ്യുന്ന ജോലി ലീവ് ലഭിക്കണമെന്നില്ല. സോ ദ ഹോൾ ആ ഒരു പ്ലാനിങ് മാറുന്നുണ്ട്. ഫാമിലി പ്ലാനിങ് ആസ്പെക്റ്റിൽ പോലും പലരെയും ബാധിക്കുന്നുണ്ട്. പല ആളുകളും അവരുടെ കല്യാണം ഈ എക്സാമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എനിക്കറിയാം. പല കാര്യങ്ങളും ലൈഫിലെ ഫാമിലി പ്ലാനിങ് ഉൾപ്പെടെ പലതും ഈ ഒരു എക്സാമ്പിളിൽ, കാരണം അത്തരത്തിലുള്ള ഒരു ഓഡിയൻസ് മെജോറിറ്റി ഇതുമായിട്ടുള്ള ആസ്പെക്റ്റിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതിലെ പല കാര്യങ്ങളും നമുക്ക് പിന്നെ ഇറിവേഴ്സിബിൾ ആയിരിക്കും, മാറ്റി വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് അഞ്ചാമതായിട്ട് പറയാനുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കോംപ്രമൈസ് റിലേഷൻഷിപ്പ് ടൈം എന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞു, ഈ എക്സാം എഴുതുന്ന ഒരുപാട് ആളുകൾ പാരൻസ് ആയിരിക്കും. ഒരുപാട് ആളുകൾ എൻ്റെ പരിചയത്തിൽ അമ്മമാരാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരുടെ മക്കൾക്ക് കൊടുക്കേണ്ട, പാർട്ട്ണർ കൊടുക്കേണ്ട, ഫാമിലിക്ക് കൊടുക്കേണ്ട, പാരൻസിന് കൊടുക്കേണ്ട സമയം കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും കഴിഞ്ഞ കുറേ മാസമായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, മകന് അല്ലെങ്കിൽ മകൾക്ക്, ചെറിയ കുട്ടിക്ക് കൊടുക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം പോലും കോംപ്രമൈസ് ചെയ്തിട്ട് ഓക്കെ, എന്നെ സംബന്ധിച്ച് വളരെ അവസാന ഒരു മാസമാണ്, ഈ മാസം കൂടി ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുള്ളൂ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ കുട്ടിയുടെ അടുത്തേക്ക് എത്തും, ഞാൻ പൂർണ്ണമായിട്ട് പ്രൊഡക്റ്റീവ് ടൈം എൻ്റെ കുട്ടിയുടെ കൂടെ ഞാൻ ചിലവഴിക്കും, എൻ്റെ പാർട്ട്ണറുടെ കൂടെ ചിലവഴിക്കും, എൻ്റെ ഫാമിലിയുടെ കൂടെ ചിലവഴിക്കും എന്ന് കരുതിയിട്ടായിരിക്കും ഇവർ ലാസ്റ്റ് പ്രിപ്പറേഷനിൽ അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. പലരും ഓരോരുത്തരുടെ ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ച് വീട്ടിൽ നിന്ന് മാറി നിന്ന ആളുകളുണ്ടാവാം, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മാറി സ്വന്തം വീട്ടിൽ പോയി നിന്ന ഭാര്യമാരുണ്ടാവാം, ഇനി അതല്ലെങ്കിൽ തിരിച്ചു പോയിട്ട് വേറൊരു ഫ്ലാറ്റ് എടുത്ത് താമസിച്ച് പഠിച്ച ആളുകളുണ്ടാവാം. ഓക്കെ, ഈ കേസുകളിലൊക്കെ അവരെ സംബന്ധിച്ചൊക്കെ അവരുടെ ഒരു അവസാന അവസരമായിരിക്കാം ചിലപ്പം. ഓക്കെ, എല്ലാവരെയും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ കോംപ്രമൈസ് ചെയ്ത, അവർ താൽക്കാലികം മാത്രം എന്ന് കരുതിയിട്ടുള്ള റിലേഷൻഷിപ്പ് ടൈമാണ് അവർക്ക് വെറുതെ ആയി പോകുന്നത്. ഓക്കെ, ഇത് ഇനിയും അടുത്ത എക്സാം എന്നാ നടക്കുന്നത് നമുക്കറിയില്ല. അടുത്ത എക്സാമിനെ സംബന്ധിച്ച് വീണ്ടും അവർക്ക് ഇതുപോലെ ചിലപ്പം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതേസമയം ഇപ്രാവശ്യം അവർ കോംപ്രമൈസ് ചെയ്താൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് സംതിങ് ഇറിവേഴ്സിബിൾ.
ഓക്കെ, ആ കുട്ടിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മളെ മക്കളെ സംബന്ധിച്ചോ നമ്മൾ കൊടുക്കേണ്ട പ്രൊഡക്റ്റീവ് ടൈം ആ സമയത്ത് തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. അത് ഒരുപാട് ലാഗ് ചെയ്യിപ്പിക്കുന്ന, ഒരുപാട് കോംപ്രമൈസിങ് വിൽ ഹാവ് എ ലോട്ട് ഓഫ് അഡ്വേഴ്സ് ലൈഫ് ലോങ് എഫക്ട്സ്. ഓക്കെ, ഇതാണ് അഞ്ചാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നം എന്നുള്ളത്. ഇത് ഒരുപാട് മൾട്ടി ഡയമെൻഷനുള്ള പ്രശ്നങ്ങളാണ്. ഓക്കെ, നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. ലെറ്റ് ദോസ് ഹു ആർ മേക്കിംഗ് ദ ഡിസിഷൻസ്, ഓക്കെ, അവർ ഇതിനെക്കുറിച്ച് അവെയർ ആവട്ടെ. ലെറ്റ് ദം ഹു ആർ കണ്ടക്ടിങ് ദ എക്സാം ബി മോർ സീരിയസ് നെക്സ്റ്റ് ടൈം. അടുത്തൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് അക്കാഡമിക് റിലേറ്റഡ് പ്ലാനിങ് എന്നുള്ളത്. അക്കാഡമിക് റിലേറ്റഡ് പ്ലാനിങ് എന്നുള്ളതും ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ, ബേസിക്കലി എനിക്ക് തന്നെ പേഴ്സണലി അറിയാം, ചില കോളേജുകളിൽ ടീച്ചർ ആവാൻ കയറാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ചില കോളേജുകളിൽ ടീച്ചറാണ് ഞാൻ ജൂൺ നെറ്റ് നിർബന്ധമായിരിക്കും പല സ്ഥലങ്ങളിലും. അപ്പോൾ അവരുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ കരിയർ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യത്തെ എക്സാം ഞാൻ എഴുതും, ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്യും ബൈ ജൂണിൽ നടന്ന എക്സാം ജൂലൈയോടുകൂടി റിസൾട്ട് വരും, ജൂലൈയോടുകൂടി ഞാൻ നെറ്റ് ഹോൾഡർ ആവും. അങ്ങനെ കോളേജിൽ കയറാൻ നിൽക്കുന്ന, കോളേജിൽ കയറിയിട്ടുള്ള, കോളേജ് മാനേജ്മെന്റിന് പ്രോമിസ് കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചും ഇറ്റ്സ് ഗോയിങ് ടു ബി എൻ ആംബിഗ്യസ് സിറ്റുവേഷൻ. അതിൽ പലർക്കും ഒരുപക്ഷെ ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ സിവിയറിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നതിന് അപ്പുറത്തേക്കാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതുപോലെ തന്നെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് PhD സ്റ്റുഡൻസിനെ സംബന്ധിച്ചുള്ളതും. ഓക്കെ, PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ളതും. ഓക്കെ, PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ഒരു ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ബേസിക്കലി അവരിൽ പലരും നെറ്റ് ഹോൾഡേഴ്സ് ആയിക്കൊണ്ടായിരിക്കും PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും ഒരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഫെലോഷിപ്പ് കൊടുക്കുന്നില്ല. വളരെ അപൂർവം യൂണിവേഴ്സിറ്റികളെ JRF അല്ലാതെ ഫെലോഷിപ്പ് ഒരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് കൊടുക്കുന്നുള്ളൂ. അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ അവർക്ക് JRF നിർബന്ധമാണ്. എത്രയും പെട്ടെന്ന് JRF കിട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ഓൾറെഡി നെറ്റ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കോളേഴ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ചും ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലാണ് എത്തിയിട്ടുള്ളത്. അടുത്തൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻ, അല്ലെങ്കിൽ PG അല്ലെങ്കിൽ അതോടൊപ്പം മറ്റ് കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. അവർ PG ഒക്കെ ഒരു പ്ലാനിൽ ഇങ്ങനെ പോകുന്നതായിരിക്കും. ഇനി PG 4th സെം ഉണ്ട്, മേ ബി 3rd സെം ഉണ്ട്, ഡെസർട്ടേഷൻ ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്, ഇനി ഞാൻ അതിലായിരിക്കും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു നിൽക്കും. ഈ എക്സാം മാറ്റിയതിനനുസരിച്ച് PG മാറ്റില്ല. B.Ed ചെയ്യുന്ന ആളുകളുണ്ടാവും. B.Ed ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ B.Edന്റെ ഫൈനൽ സീരിയസ് എക്സാമിൻ്റെ സമയമൊക്കെയാണ് വരുന്നത്. ഈ എക്സാം നീട്ടിയിട്ട് ആ എക്സാം നീട്ടില്ല. ഓക്കെ, എഗെയിൻ അവർ ഭയങ്കരമായിട്ടുള്ള വാട്ട് വി ക്യാൻ സേ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയും കടന്നു പോകുന്നു. നമുക്ക് പറയാം ഒരിക്കലും നെറ്റ് എക്സാമും B.Edന്റെ എക്സാമും ഒരു ദിവസം വരില്ല എന്നുള്ളത് പറയാം. അങ്ങനെ മുമ്പ് വന്നിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി അവർ നെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചാൽ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളും ആ സമയത്തുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എക്സാമോ B.Ed എക്സാമോ മാറ്റിവെക്കും. അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. ഓക്കെ, അത് ഓൾമോസ്റ്റ് ഉറപ്പാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഓൾമോസ്റ്റ് അവർ PG എക്സാമുകളിൽ ഇന്ന് ഒരു കുറച്ച് ബ്രേക്ക് ആയിട്ടുള്ള ഫ്രീ ഉള്ള സമയത്ത് ഒരു റിലാക്സ്ഡ് ആയിട്ടാണ് ഇപ്പോൾ അവർ നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ചിലപ്പം മൺഡേ മേ ബി നിങ്ങളുടെ ഒരു PGയുടെ എക്സാം ആയിരിക്കാം. ഓക്കെ, ട്യൂസ്ഡേ ചിലപ്പോൾ നെറ്റ് എക്സാം ആയിരിക്കാം, വെൻസ്ഡേ അനദർ PG എക്സാം ആയിരിക്കും, അല്ലെങ്കിൽ അനദർ B.Ed എക്സാം ആയിരിക്കും. ആ സമയത്ത് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് എഴുതാൻ പറ്റുമോ? ദാറ്റ്സ് എ ലോജിക്. ഓക്കെ, അതായത് ഒരിക്കലും ഇനി നടത്തുന്ന എക്സാമിൻ്റെ തലേന്നോ പിറ്റേ ദിവസമോ B.Ed എക്സാം ഉണ്ടാവില്ല, PG എക്സാം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അന്ന് ഉണ്ടാവില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ദേ വിൽ ബി ഇൻ എ ഡിഫറെൻറ്റ് മൂഡ്. ഇപ്രാവശ്യം കുട്ടികൾ കൊടുത്ത ഫോക്കസ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല, വിച്ച് വിൽ ഡെഫിനറ്റ്ലി അഫക്ട് ദ റിസൾട്ട്. ഇതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അടുത്ത ഒരു കീ പ്രോബ്ലം എന്നുള്ളത്. അടുത്തൊരു പ്രശ്നം എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ അക്കാഡമിക് പ്ലാനിൽ തന്നെ വരുന്ന PhD അഡ്മിഷൻ റിലേറ്റഡ് ആണ്. ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു PhD സ്കോളർ ആവുക എന്നുള്ളത്. നെറ്റ് ക്വാളിഫൈ ചെയ്ത കുട്ടികളെ സംബന്ധിച്ചും JRF ക്വാളിഫൈ ചെയ്ത കുട്ടികളെ സംബന്ധിച്ചും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസെൻ്റ്ലി UGC തന്നെ വന്ന അമെൻമെൻറ്റ് പ്രകാരമായിട്ട് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും PhD അഡ്മിഷൻ ഈ നെറ്റ് മാർക്കാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 70% നെറ്റ് മാർക്കിനാണ് പ്രയോറിറ്റി ഉണ്ടാവുക, 30% സിനോപ്സിസ് ഇൻ്റർവ്യൂ ആൻഡ് അതർ തിങ്സ്. അപ്പോൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അവസാനത്തെ 1 ഇയറിലെ നെറ്റ് എക്സാമിൻ്റെ മാർക്ക് കൂടിയാണ് കൺസിഡർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പല യൂണിവേഴ്സിറ്റികളും ഈ ജൂൺ എക്സാമിൻ്റെ മാർക്കൊക്കെ കൺസിഡർ ചെയ്യുന്ന രീതിയിലേക്കായിരുന്നു PhD അഡ്മിഷൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പലയിടത്തും PhD അഡ്മിഷൻ തന്നെ ഒരു ചോദ്യചിഹ്നമാവുന്ന ഒരു സിറ്റുവേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്.
PhD അഡ്മിഷൻ നെറ്റ് മാർക്ക് വേണം, ഇനി നെറ്റ് എക്സാം നടക്കണ്ടേ. യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് കോളേജിന് PhD ആസ്പിറൻസിനെ വേണം, അതിന് നെറ്റ് മാർക്കിലെ PhD ആസ്പിറൻസ് വേണ്ടേ, ഓൾറെഡി ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ. കാരണം ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ എക്സാമാണിത്. ഇതിൽ നമുക്കൊരു പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയേക്കാം, ഓക്കെ, മുമ്പുള്ള ആളുകൾക്ക് വാട്ട് വീക്കൻസ് കഴിഞ്ഞ പ്രാവശ്യം നെറ്റ് എക്സാമിൻ്റെ മാർക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്തുകൂടെ, അതെല്ലാ യൂണിവേഴ്സിറ്റിയും സമ്മതിക്കണം എന്നുള്ള മാത്രമല്ല, ഒരു 2-3 വർഷം നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളുണ്ടാവും. JRFന് ക്യാപ്പബിൾ അല്ലാത്ത, എലിജിബിൾ അല്ലാത്ത, ഓവർ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ നെറ്റിൻ്റെ മാർക്കില്ല അവർക്ക് PhD സ്കോർ ചെയ്യാൻ. അവർക്ക് ഒരു വർഷത്തെ നെറ്റിന് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ജൂൺ എക്സാമിൻ്റെ എക്സാം നടക്കേണ്ടതുണ്ട്. ആ എക്സാമാണ് നടക്കാതെ പോകുന്നത് എന്നുള്ളതാണ് 8ാമതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പ്രശ്നം എന്നുള്ളത്. 9ാമതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് UGC NTA നെറ്റ് എക്സാം എഴുതുക എന്നുള്ളത് ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നിരുന്നാലും ഞാൻ പറയാം, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ പേടിയിലാണ് അവർ. അതായത് എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്, ആ അപ്ലിക്കേഷൻ വെബ്സൈറ്റിൽ കൊടുക്കുന്നത്, പല സമയങ്ങളും ആവശ്യമില്ലാത്ത പല മാറ്റങ്ങൾ അതിൽ വരുത്തുന്നത്, വെബ്സൈറ്റ് ഹാങ് ആവുന്നത്, വെബ്സൈറ്റ് ഹാങ് ആയി കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്താൽ അവസാനം വരെ നീട്ടിവെക്കോ എന്നുള്ളൊരു നോഷൻ. എന്നിട്ട് എക്സാമിന് 2-3-4 ദിവസം വരുന്ന ഹാൾ ടിക്കറ്റ്, 1-2 ദിവസം മുമ്പ് വരുന്ന ഹാൾ ടിക്കറ്റിൽ പലതിനെക്കുറിച്ചും ക്ലാരിറ്റി ഇല്ലായ്മ, ഓക്കെ, എന്തൊക്കെയാണ് ഡിക്ലറേഷനാണ് ഫില്ല് ചെയ്യേണ്ടത്, ഫില്ല് ചെയ്യാത്തത് എന്നുള്ളത്, ഓക്കെ, എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്നത്, ഓക്കെ, ആ എക്സാമിനേഷൻ ഹാളിൻ്റെ ദൂരം, അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട്, അവിടെ എത്തിയിട്ടുള്ള ഫ്രിസ്കിങ്, എക്സാമിനേഴ്സ്, മറ്റു പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, എക്സാം എഴുതുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, OMR റിലേറ്റഡ് ബുദ്ധിമുട്ടുകൾ, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ബുദ്ധിമുട്ടുകൾ, ഇതൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ഒരു പേടിയുള്ള എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എക്സാമുകൾ. അതായത് ചോദ്യം കിട്ടാതിരിക്കുക എന്നുള്ളതിൻ്റെ ഫീലിംഗ്, പേടി മാത്രമല്ല, സങ്കടം മാത്രമല്ല, ഇതല്ലാതെ തന്നെ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ പോകുന്നത്. ഇനിയും ഇതിലൂടെ ഒന്നുകൂടി കടന്നു പോകണമല്ലോ എന്നുള്ള പേടി. ഈ എല്ലാ പ്രോസസ്സിലൂടെയും ഇതുപോലെ ആ ദൂരത്തുള്ള ഏതോ ഒരു മൂലയിലുള്ള സ്കൂളിലേക്ക് നേരത്തെ എത്തി, സമയത്ത് എത്തി, ബുദ്ധിമുട്ടി എത്തി, കൂടെയുള്ള ആളുകളെ കൊണ്ടുപോയി, അല്ലെങ്കിൽ മക്കളെ കൊണ്ടുപോയി കാറിൽ ഇരുത്തി, അല്ലെങ്കിൽ വണ്ടിയിൽ ഇരുത്തി, ഓക്കെ, ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെയൊക്കെ പോയി, അങ്ങനെയുള്ള ഫ്രിസ്കിങ്ങിലൂടെയൊക്കെ പോയി, അതായത് അൺഹെൽത്തി ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിലൂടെ ഇനിയും കടന്നു പോകണമല്ലോ എന്നുള്ളത് അവരെ സംബന്ധിച്ച് മറ്റൊരു പേടിയാണ്. ആ ഒരു എക്സ്പീരിയൻസ് അങ്ങ് ഓവറായല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ 10ാമത്തെ പ്രോബ്ലമായിട്ട് പറയാനുള്ളത് ഹോപ്പ്ലെസ് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറയും ഹോപ്പ്ലെസ്നെസ് അല്ലെങ്കിൽ പർപ്പസ്ലെസ്നെസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് കുട്ടികളെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിട്ടെന്താണ് കാര്യം, ഞാൻ പഠിക്കുന്ന പരീക്ഷ ഇങ്ങനെയല്ലേ ആവുന്നത്, ഇനി അടുത്ത പ്രാവശ്യം അവർ പരീക്ഷ നല്ല നിലക്ക് നടത്തുന്നുണ്ട് എന്ന് കരുതുക, എന്ന് അവർ പറയുന്നുണ്ട്, എന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ആവില്ല സംഭവിച്ചിട്ടുള്ളത്, മുൻവർഷങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയില്ല സംഭവിക്കുന്നത്, മുൻവർഷങ്ങൾ അങ്ങനെ ആയതുകൊണ്ടല്ലേ 1%-ഉം 2%-നും 1-2 മാർക്ക് പോയ കുട്ടികളെ സംബന്ധിച്ചൊക്കെയുള്ള വേദന അതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ മാനിപ്പുലേഷൻ നടന്നത് കൊണ്ടാവില്ലേ എനിക്ക് മിസ്സായിട്ടുള്ളത്. ഓക്കെ, മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഗവൺമെൻറ് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് പല എക്സാമുകൾ വരുമ്പം നമുക്ക് തീർച്ചയായിട്ടും സംശയിക്കാനുള്ളൊരു സാധ്യത അവിടെ വരുന്നുണ്ട്. ദ ഗവൺമെൻറ് ഹാസ് ടു ക്ലാരിഫൈ ദാറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പഠിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ള ആ ഒരു ഹോപ്പ്ലെസ്, ഇറ്റ്സ് എ വെരി സീരിയസ് ഇഷ്യൂ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, അപ്പം നമുക്ക് പലപ്പോഴും തോന്നാം, ആ എക്സാം എഴുതാതിരുന്നാൽ പോരെ, പ്രശ്നം തീർന്നില്ല എന്ന്. അതുകൊണ്ട് തീരുന്നില്ല. ഒന്ന്, എക്സാം എഴുതാതിരുന്നാൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ PhD പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. 2, പഠനത്തിൽ തന്നെയുള്ള കോൺഫിഡൻസ് ആണ് നഷ്ടപ്പെടുന്നത്. പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, പരീക്ഷ എങ്ങനെയാണ്, പിന്നെന്തിനാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാണ്. ഓക്കെ, സെൽഫ് എക്സിസ്റ്റൻസിനെ കുറിച്ച് പോലും, സെൽഫ് പർപ്പസിനെ കുറിച്ച് പോലും ആളുകൾക്ക് ഡൗട്ട് വരികയാണ്. കാരണം പല ആളുകളും ലൈഫിൽ വെച്ചിട്ടുള്ളൊരു ഗോള്, ഡ്രീമൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ച് വലിയ പൊസിഷനിലെത്തിയിട്ട് വലിയ ലെവലിലേക്ക് പോകാന്നുള്ളതായിരിക്കും. അതിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് they really feel it hopeless and they really feel it purposeless. ഇതെല്ലാം ഈ എക്സാം ക്യാൻസൽ ചെയ്തുകൊണ്ടുണ്ടാവുന്ന കുറച്ച് പ്രധാനപ്പെട്ട 10 പ്രശ്നങ്ങളാണ്. നിങ്ങൾ നേരിട്ടിട്ട ബാക്കി പ്രശ്നങ്ങൾ വീഡിയോയിൽ വരാം. ഈ ഓരോരോ പ്രശ്നങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോകളിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ദിസ് ഈസ് എ റൈറ്റ് ടൈം. എന്തിനാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഓക്കെ, ഇത് ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടോ ബാക്കിയുള്ള പർപ്പസിന് വേണ്ടിയിട്ടോ അല്ല. ഇത് പറയുന്നത് ഗവൺമെൻറ് പുതിയ കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ത്രൂ ഔട്ട് ഇന്ത്യ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകൾ കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആവുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സമയത്ത്
കൂടുതൽ നന്നാക്കാൻ ആഗ്രഹിക്കുന്ന ഈ സമയത്ത്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പോയിന്റുകളെല്ലാം വളരെ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇതൊക്കെ മുൻവർഷങ്ങളിൽ കുട്ടികൾ നേരിട്ട ബുദ്ധിമുട്ടുകളാണ് എന്നുള്ളത് എല്ലാവരും ഡിസ്കസ് ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അതിനനുസരിച്ച് കൂടി ഇതിന് കൂടിയിട്ടുള്ള സൊല്യൂഷനുകൾ കൂടി വരും വർഷങ്ങളിൽ ഉണ്ടാവണം. ഓക്കെ, അതിനനുസരിച്ച് ഇനി അഥവാ അങ്ങനെ ഒരു എക്സാം ലീക്ക് ആവുക എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആൻ എക്സാം. ഇതൊരു എക്സാമാണ്. എക്സാം ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയുടെ കാരണം കൊണ്ട് ലീക്കായാൽ ഇത്ര പ്രശ്നങ്ങൾ ആളുകൾ നേരിടും എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പുകൾ കൂടി എടുക്കണം. നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയല്ലോ, ആ ക്രൈസിസ് മാനേജ് ചെയ്യണം. ഞാൻ മനസ്സിലാക്കുന്നത് ദിസ് ഈസ് എൻ എറർ ഫ്രം ദ NTA and other ഡിപ്പാർട്ട്മെന്റ്. വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു അപ്പോളജി പോലും സ്റ്റുഡൻസിനോട് ഒഫീഷ്യൽ അതോറിറ്റീസ് അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ട് ആളുകൾ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എവറി സ്റ്റുഡൻറ് ഡിസേർവ്സ് എ സിൻസിയർ അപ്പോളജി. ആ അപ്പോളജി എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനസികമായിട്ട് ബാക്കിയുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈവൻ സപ്പോർട്ട് മീറ്റിങ്ങുകൾ, സിസ്റ്റങ്ങൾ, കൗൺസിലിംഗ്, വാട്ടെവർ, അതും ഈ എക്സാം നടത്തുന്ന ആളുകൾ അതിനുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈവൻ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ലീവ് എടുത്ത ആളുകൾക്ക് അതിനനുസരിച്ചുള്ള കോമ്പൻസേഷൻ ഗവൺമെന്റ് തന്നെ സജഷൻ കൊടുക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇതിൽ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കോംപ്രമൈസ്ഡ് ഫാമിലി ടൈം, പല കോംപ്രമൈസ്ഡ് ലൈഫ് പ്ലാനിങ്, പലതും ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. എല്ലാ യൂണിവേഴ്സിറ്റികളോടും ചിലപ്പോൾ അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. നെറ്റ് എക്സാമിന്റെ ആ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒരു എക്സാമുകളും നടത്തരുത്. സ്റ്റുഡൻസ് ഷുഡ് ബി ഫ്രീ ഫ്രം അതർ എക്സാംസ്. ഓക്കെ, ഇങ്ങനെ തന്നെ UGCക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. UGC ഓർ ദോസ് ഹു ആർ ഇൻ ചാർജ് ഓഫ് ദാറ്റ്, അതൊക്കെ ഇനിയുള്ള വരുന്ന എക്സാമുകളിലും ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ലീക്കേജ് നടക്കുകയാണെങ്കിൽ ഓക്കെ, കാരണം ഇൻഡിവിജ്വൽ എറർ കാരണം അത് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിനെല്ലാം കൂടി, ആ പർപ്പസിനെല്ലാം കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റുഡൻസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ എഫക്റ്റുകളും പ്രപ്പോസ് സൊല്യൂഷനും വേണ്ടി ഒരു സ്റ്റുഡൻറ് മാനിഫെസ്റ്റോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗൂഗിൾ ഫോം യൂട്യൂബ് ഈ വീഡിയോൻ്റെ ലിങ്കിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എല്ലാവരും ഫില്ല് ചെയ്യുക. ഒരുമിച്ച് നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ സ്ഫിയറിൽ നമ്മളെ സംബന്ധിച്ച് സ്പെസിഫിക്കലായിട്ട് NTA നെറ്റ് സ്ഫിയറിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കാം, എഫക്റ്റുകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കാം, ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കാം, അതിന് നമുക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. സോ ദാറ്റ് ദ ഫ്യൂച്ചർ എക്സാംസ് വിൽ ബി more transparent. Okay, we'll have more confidence in that.